ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 5ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് 5ാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡിൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് എരിതീയിൽ ഉയിരോടെ അല്ലേ. നമ്മുടെ ഫാദർ സെഡം മുഴൂർ എഴുതിയ എരിതീയിൽ ഉയിരോടെ എന്ന് പറയുന്ന ഒരു മനോഹരമായ ചെറുത്തുനിൽപ്പലിൻ്റെ, എതിർക്കലിൻ്റെ, പോരാട്ടത്തിൻ്റെ മനോഹരമായ ഒരു കഥയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഉഷാറായി ഇരിക്കുന്നില്ലേ? ഈ ക്ലാസ്സിലൂടെ ചിലപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, സാർ ഇതെങ്ങനെയാണ് പഠിക്കുക, ഇത് കുറച്ച് ടഫ് ചാപ്റ്റർ ആണല്ലോ, സൈക്കേ ഇതിന് കഥാപാത്രങ്ങൾ, ഇതും സൈക്കോയാണ് ഈ കഥാപാത്രങ്ങൾ എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളുണ്ടോ? ഒരു പണിയുമില്ല. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ആശയങ്ങളും ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, പിന്നെ കൂടാതെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ സെറ്റാക്കി പഠിക്കാൻ പോവുകയാണ്. നോക്കാം മക്കളെ, നമുക്ക് ആദ്യത്തെ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു എഴുത്ത് എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. എന്താ എഴുത്തിൽ പറയുന്നത്? ചില സന്ദർഭങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട് അല്ലേ. ചില സമയങ്ങളിൽ നമുക്ക് ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റക്കായിരിക്കും. നമ്മളെ സഹായിക്കാനോ നമ്മളെ കൂടെയോ ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റപ്പെട്ടു പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. ഗ്രീക്ക് പുരാണ കഥകളിൽ സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട്. തന്നെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടാനായി സൈക്കെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥ വായിക്കൂ. ഇപ്പം എന്താ മക്കളെ നമ്മുടെ ഈ കഥാഭാഗം പറയുന്നത്? പോരാട്ടത്തിൻ്റെ കഥയാണ് അല്ലേ. ചില സന്ദർഭങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട് ഇല്ലേ. അതേപോലെ പുരാണ കഥകളിൽ, ഗ്രീക്ക് പുരാണമാണ്, നമ്മുടെ ഭാരത പുരാണമല്ല. നമ്മുടെ ഭാരത പുരാണങ്ങൾ എന്തൊക്കെയാണ്? മഹാഭാരതമുണ്ട്, രാമായണമുണ്ട് അല്ലേ. ഇത് ഗ്രീക്ക് പുരാണ കഥകളാണ്. ഇപ്പോൾ ഗ്രീക്ക് പുരാണ കഥകളിൽ സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട്. സൈക്കോയല്ല, സൈക്കെ അല്ലേ. സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട്. തന്നെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടും. അപ്പോൾ തന്നെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടാൻ വേണ്ടി സൈക്കെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥയാണ്. ഒരു സർവൈവൽ സ്റ്റോറിയാണ്, പോരാട്ടത്തിൻ്റെ കഥയാണ് എരുതിയിൽ ഉയിരോടെ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അപ്പോൾ സെറ്റാക്കിയാലും നമുക്ക് തുടങ്ങാം ഈ ചാപ്റ്ററിലേക്ക്. ഇതിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പഠിക്കാൻ പോവുകയാണ്. ഭ്രാന്തിയെപ്പോലെ സൈക്കെ അലഞ്ഞു നടന്നു അല്ലേ. ഭ്രാന്തിയെ പോലെയാണ് സൈക്കെ അലഞ്ഞു നടക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ തൻ്റെ ഭർത്താവായ ഈറോസ് ദേവൻ അല്ലേ, ഭർത്താവായ ഈറോസ് ദേവൻ തന്നെ വിട്ടുപോയതിൻ്റെ സങ്കടത്തിൽ അദ്ദേഹത്തെ തിരികെ കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ സൈക്കോയായി ഇങ്ങനെ അലഞ്ഞു നടന്നു തിരിയുകയാണ്. ആരും തുണയില്ലാത്ത അവസ്ഥ, തൻ്റെ കൂടെ ആരുമില്ല, ഒറ്റക്കായി ഒറ്റപ്പെട്ട് ആരോരും സഹായത്തിനില്ലാതെ മക്കളെ ആര് നടക്കുകയാണ്? നമ്മുടെ സൈക്കെ നടക്കുകയാണ്. കാറ്റിനോടും കല്ലിനോടും മരുഭൂമിയിലെ മണൽ തരികളോടും അവൾ തൻ്റെ സങ്കടം പറഞ്ഞു അല്ലേ. കാറ്റിനോട് പറയാണ്, കല്ലിനോട് മരുഭൂമിയിലെ മണൽ തരികളോട് പോലും തൻ്റെ ഭർത്താവായ പ്രിയതമൻ തൻ്റെ കൂടെയില്ലാത്ത സങ്കടം പറഞ്ഞ് സൈക്കോ പോലെ നടക്കുകയാണ് സൈക്കെ അല്ലേ. പ്രകൃതിയോട് തന്നെയാണ് തൻ്റെ സങ്കടങ്ങൾ പറയുന്നത്. പ്രകൃതി തന്നെയാണ് സൈക്കയുടെ മുറിവുണക്കം. നമുക്കറിയാം സൈക്കയുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സൈക്കെ ഈറോസ് ദേവൻ്റെ അമ്മ കൊടുത്ത പരീക്ഷണങ്ങൾ വിജയിക്കാൻ വേണ്ടി സൈക്കയെ സഹായിക്കുന്നത് പ്രകൃതി തന്നെയാണ്, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങൾ തന്നെയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവന്ന് പോകുന്ന വഴിക്കൊക്കെ ഈ കാണുന്ന കാറ്റിനോടും കടലിനോടും കല്ലിനോടും മരുഭൂമിയിലെ മണൽത്തരികളോടൊക്കെ അവൾ അവളുടെ സങ്കടം പറയുകയാണ്, പരാതിയും പരിഭവവും പറയുകയാണ്. ഈറോസ് ദേവൻ എവിടെയാണെന്ന് ചോദിച്ചു. ഒരുത്തരവും അവൾക്ക് കിട്ടിയില്ല. തൻ്റെ പ്രാണപ്രിയൻ എവിടെയാണെന്ന ചോദ്യത്തിന് അവൾക്കൊരു ഉത്തരവും കിട്ടുന്നില്ല അല്ലേ. ആ പ്രാണപ്രിയൻ്റെ ആ ഒരു വേർപാട്, ആ അദ്ദേഹത്തെ കിട്ടാത്ത ആ ഒരു മനോവിഷമം അവളെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. എങ്ങനെയും എനിക്ക് അദ്ദേഹത്തെ തിരികെ വേണമെന്ന മനസ്സിൻ്റെ നിർഗീകമായ വ്യാപ്തിയാൽ നടക്കുന്ന ഒരു സ്ത്രീയുടെ വലിപ്പമാറുന്ന സഞ്ചാരത്തിൻ്റെ ഹൃദയ വലിപ്പം, ഹൃദയ സാധ്യത, ഹൃദയ വിശാലത ഈ പാഠഭാഗത്തിൽ കുഞ്ഞുമക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അവസാനം ഡിമിറ്റർ എന്ന വസന്ത ദേവതയെ അവൾ കണ്ടു അല്ലേ. തൻ്റെ പ്രാണപ്രിയൻ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എവിടെയാണ്, ഈറോസ് ദേവൻ എവിടെയാണെന്ന ചോദ്യത്തിലൂടെ അവളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് സങ്കടത്തോടെ. അപ്പോൾ ഡിമിറ്റർ എന്ന് പറയുന്ന ഒരു വസന്ത ദേവതയെ അവൾ കണ്ടു. പോകുന്ന വഴിയിൽ ഡിമിറ്റർ എന്ന് പറയുന്ന ഒരു വസന്ത ദേവതയെ ആര് കാണുകയാണ്? ആര് കാണുന്നു മക്കളെ?
ഇവള് കാണുകയാണ്. പത്തരത്തിൽ ഈ ഒരു സൈക്കയെ കാണുന്ന ഈ ദേവനോട് സൈക്യ ചോദിക്കുകയാണ്, എന്തേ കണ്ണീർ പൊഴിച്ച് വിലപിക്കുന്ന അവളിൽ ആ ദേവി കനിഞ്ഞു. ദേവി പറഞ്ഞു. അപ്പം ഡിമിറ്റർ എന്ന് പറയുന്ന വസന്ത ദേവത കണ്ണീര് പൊഴിച്ച് കിടക്കുന്ന സൈക്കയ്ക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്, അവൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈറോസ് ദേവനെയാണല്ലോ നീ അന്വേഷിക്കുന്നത്, അദ്ദേഹം അമ്മയായ അഫ്രോഡിറ്റിയുടെ അടുത്തുണ്ട്. വിളക്കിലെ എണ്ണ വീണതുകൊണ്ട് തോൾ പൊള്ളി ആ ദേവൻ വേദനിച്ച് കിടക്കുകയാണല്ലേ. അപ്പോൾ അതുവഴി അവൾ തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് പോകുന്ന വഴിയിൽ, അവൾ കരഞ്ഞു പോകുന്ന വഴിയിൽ അവൾ വഴിക്ക് വെച്ച് ആരെ കാണുകയാണ്? ഡിമിറ്റർ എന്ന് പറയുന്ന വസന്ത ദേവതയെ കണ്ടു. അപ്പോൾ വസന്ത ദേവത നമ്മുടെ സൈക്കയുടെ സങ്കടം കണ്ട് അവൾക്ക് പറയുകയാണ്, അവളോട് പറയുകയാണ്, നിൻ്റെ ഭർത്താവായ ഈറോസ് ദേവൻ എവിടെയാണെന്നറിയോ? അദ്ദേഹം വിളക്കിൽ നിന്നും എണ്ണ വീണ് അദ്ദേഹത്തിൻ്റെ എന്തു പൊള്ളിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തോൾ പൊള്ളി അദ്ദേഹം കിടക്കുകയാണ്, അമ്മയുടെ അടുത്താണെന്ന് പറഞ്ഞു. കഷ്ടം, ഞാൻ നീ എന്താണ് ചെയ്യേണ്ടത്? ദേവി എന്നെ രക്ഷിക്കുമല്ലേ? ആ ദേവിയോട് ആര് പറയാണ്? നമ്മൾ സൈക്യ പറയാണ്, കഷ്ടം തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, അയ്യോ ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ ദേവി എനിക്കൊരു ഉത്തരം പറഞ്ഞു തരൂ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ തിരികെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, എനിക്കതിൻ്റെ ഉത്തരം തരൂ എന്ന് ആര് പറയാണ്? നമ്മുടെ സൈക്യ ഡിമിറ്റർ വസന്ത ദേവിയോട് പറയാണ് ദേവതയോട്, എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഡിമിറ്റർ പറഞ്ഞു, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അഫ്രോഡിറ്റി ദേവിയോട് മാപ്പ്. അല്ലേ, അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഡിമിറ്റർ പറഞ്ഞു, അത്രയും ക്ഷീണത്തോടു കൂടിയുള്ള കണ്ണുകളായിരുന്നു ആരുടേത് മക്കളെ? നമ്മൾ സൈക്കയുടേത്. അവൾ അത്രയും ക്ഷീണിതയായിരുന്നു. ഭർത്താവിനെ കാണാത്ത സങ്കടത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നമ്മുടെ സൈക്കയുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നു. അവൾക്ക് അതിനുള്ള മറുപടി തൻ്റെ ഭർത്താവായ ഈറോസ് ദേവനെ കിട്ടാനുള്ള ഉപായം എന്താണെന്ന് നമ്മുടെ വസന്ത ദേവതയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഡിമിറ്റർ പറഞ്ഞു, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അഫ്രോഡിറ്റി ദേവിയോട് മാപ്പ് അപേക്ഷിക്കുക. അഫ്രോഡിറ്റി ദേവി എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? ഈറോസ് ദേവൻ്റെ അമ്മയാണ്. ഈറോസ് ദേവൻ അമ്മയോട് മാപ്പ് അപേക്ഷിക്കുക, അതാണ് നിനക്ക് അവനെ കിട്ടാനുള്ള ഏറ്റവും വഴിയെന്ന് പറഞ്ഞു. പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കണം. അഫ്രോഡിറ്റി ദേവിയോട് പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിച്ചാൽ നിനക്ക് നിൻ്റെ ഭർത്താവായ ഈറോസ് ദേവനെ കിട്ടുമെന്ന് ആ ദേവി പറഞ്ഞു, വസന്ത ദേവത പറഞ്ഞു. അവർ ഇപ്പോൾ വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. ആ വസന്തദേവത പറഞ്ഞ ഉപായം അനുസരിച്ച് ഇവൾ സൈക്യ തൻ്റെ പ്രാണപ്രിയൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ അഫ്രോഡിറ്റി തൻ്റെ ഈറോസ് ദേവൻ്റെ അമ്മ അഫ്രോഡിറ്റി ദേവി വല്ലാതെ കോപിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്, അല്ലേ. സൈക്യ അഫ്രോഡിറ്റി ദേവിയുടെ അടുത്തെത്തി. അങ്ങനെ വസന്തദേവത പറഞ്ഞനുസരിച്ച് സൈക്യ എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ ഭർത്താവായ ഈറോസ് ദേവൻ്റെ അമ്മയായ അഫ്രോഡിറ്റി ദേവിയുടെ അടുത്തെത്തി. എന്നിട്ട് അവൾ പറഞ്ഞു, സൈക്യ പറഞ്ഞു, ദേവി എന്നോട് ക്ഷമിക്കൂ, ഞാൻ തെറ്റു ചെയ്തു പോയി, എന്തു പരിഹാരം വേണമെങ്കിലും ചെയ്തു കൊള്ളാം. അല്ലേ, ദേവി എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റു ചെയ്തു പോയി, എന്തു പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാമെന്ന് അഫ്രോഡിറ്റി ദേവിയോട് ആര് പറയുകയാണ്? നമ്മുടെ സൈക്യ പറയാണ്. അഫ്രോഡിറ്റി കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. അപ്പം അഫ്രോഡിറ്റി കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളി. എങ്ങനെയും സൈക്കയെ നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂവെന്ന് അവൾ നിശ്ചയിച്ചിരുന്നു, അല്ലേ. അഫ്രോഡിറ്റി കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയാണ്. എങ്ങനെയെങ്കിലും ആരെ കൂട്ടിക്കൊണ്ടു പോകണം? തൻ്റെ ഭർത്താവായ ഈറോസ് ദേവനെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അവൾ ചിന്തിക്കുകയും തുടങ്ങി. എങ്ങനെയും സൈക്കയെ നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂവെന്ന് അവൾ നിശ്ചയിച്ചിരുന്നു. അഫ്രോഡിറ്റി ചോദിക്കുകയാണ്, അഫ്രോഡിറ്റി അതായത് ഈറോസ് ദേവൻ്റെ അമ്മ സൈക്കയോട് ചോദിച്ചു, ഞാൻ പറയുന്ന ഏതു ജോലി നീ ചെയ്യുമോ? ഞാൻ പറയുന്ന എന്ത് ജോലി നീ ചെയ്യുമോ? ഞാൻ പറയുന്ന ജോലി നീ ചെയ്തു തീർത്താൽ നിനക്കെൻ്റെ മകനായ ഈറോസ് ദേവനെ കൊണ്ടുപോകാം, നിൻ്റെ ഭർത്താവായ ഈറോസ് ദേവനെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും, നിനക്ക് മരണശിക്ഷയാണ് വിധി എന്ന് ആര് പറഞ്ഞു? അഫ്രോഡിറ്റി ദേവി നമ്മുടെ സൈക്കയോട് പറഞ്ഞു. എന്നാൽ ഈ കാണുന്ന നെല്ലും ആദ്യത്തെ ടാസ്ക് കൊടുക്കുകയാണ് അഫ്രോഡിറ്റി ദേവി. ആദ്യത്തെ പരീക്ഷണമാണ് ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ സൈക്കയ്ക്ക്. എന്താണ് പരീക്ഷണം എന്നറിയോ? നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാൽ ആ കാണുന്ന നെല്ലും ഗോതമ്പും അമരപ്പയറും ചേർന്ന് ഒന്നായി കിടക്കുന്ന ധാന്യക്കൂമ്പാരത്തിലെ ഓരോ ധാന്യവും വെവ്വേറെ ഇനം തിരിച്ചു പെറുക്കി കൂട്ടണം, അല്ലേ. എന്നാൽ ആ കാണുന്ന നെല്ലും
ഗോതമ്പും അമരപ്പയറും ചേർന്ന് ഒന്നായി കിടക്കുന്ന ധാന്യ കൂമ്പാരത്തിലെ ഓരോ ധാന്യവും വെവ്വേറെ ഇരം തിരിച്ചു പെറുക്കി കൂട്ടണം. ആ ധാന്യമണികളിൽ എന്തൊക്കെയുണ്ട്? ഗോതമ്പുണ്ട്, അമരപ്പയറുണ്ട്, നെല്ലുണ്ട്. ഇത് മൂന്നും ഒരുമിച്ചാണെങ്കിൽ ഇതൊക്കെ വെവ്വേറെയാക്കി, ഗോതമ്പ് ഒരു ഭാഗത്ത്, നെല്ലൊരു ഭാഗത്ത്, അമരപ്പയർ ഒരു ഭാഗത്ത്, അങ്ങനെ നീ വേറെ ആക്കി കൂട്ടണമെന്ന് ടാസ്ക് കൊടുത്തു, പരീക്ഷണം കൊടുത്തു. ആർക്ക്? അഫ്രോഡിറ്റി ദേവി സൈക്കയ്ക്ക് കൊടുത്തു. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇത് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് നീ ഇത് ചെയ്തു തീർത്താൽ നിനക്ക് നിൻ്റെ ഭർത്താവായ യൂറോസ്തേവനെയും കൊണ്ടുപോകാം, എൻ്റെ മകനെയും കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ നിനക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്നും പറഞ്ഞു. വിജയിച്ചാൽ നിന്നെ അംഗീകരിക്കാമെന്നും അഫ്രോഡിറ്റി ദേവി പറഞ്ഞു. അഫ്രോഡിറ്റി ഇത് പറയുമ്പോൾ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി ഉണ്ടായിരുന്നു. അല്ലേ, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ ചാക്കുകെട്ടിലെ ഗോതമ്പ് വേറെ, നെല്ല് വേറെ, അമരപ്പയർ വേറെ ആക്കാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല, ഇമ്പോസിബിൾ, നടക്കില്ല. അതുകൊണ്ടാണ് പരിഹാസച്ചിരി അഫ്രോഡിറ്റി ദേവി ചിരിച്ചത്. പ്രഭാതത്തിൽ സൈക്കയെ ജോലി തുടങ്ങി. അങ്ങനെ പ്രഭാതത്തിലെ സൈക്കയെ ആലോചിച്ച് നോക്കുക, സ്നേഹനിധിയായ ഒരു പെൺകുട്ടി. ഇന്നത്തെ കാലത്ത് കാമുകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കാമുകിയുള്ള കാലത്ത്, കാമുകിയെ കഴുത്തറുത്ത് കൊല്ലുന്ന കാമുകനുള്ള കാലത്ത് തൻ്റെ ഭർത്താവിന് വേണ്ടി ഏതു ടാസ്കും ഏതു പരീക്ഷണവും ചെയ്യുന്ന ഒരു സ്നേഹനിധിയായ പെൺകുട്ടി, ഒരു ഭാര്യയെ കാണാൻ കഴിയുക ഭാഗ്യമാണ്. അല്ലേ, ആ ഒരു യൂറോസ്തേവൻ്റെ 100 കോടി പുണ്യമാണ് ഈ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ സൈക്കയെ അഫ്രോഡിറ്റി ദേവിയുടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആ ഒരു ചുമതല ഏറ്റെടുത്തു. അങ്ങനെ ചാക്കിലെ ഗോതമ്പും നെൽമണികളും ആ പയറും വേറെ ആക്കാൻ തുടങ്ങിയാണ്. പ്രഭാതത്തിൽ സൈക്കയെ ജോലി തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അവൾ തളർന്നു. അല്ലേ, ഇത് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് അവൾക്ക് സംശയമായി. ഭാരിച്ച ആ ജോലി മാസങ്ങൾ കൊണ്ടുപോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് വ്യക്തമായി. മാസങ്ങൾ എടുത്താൽ പോലും ആ ജോലി ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് ആ പെൺകുട്ടിക്ക് നിശ്ചയമായ ബോധ്യമുണ്ടെന്ന് തോന്നി. അല്ലെ, അത്രയും നല്ല ഒരു ഭാരിച്ച ജോലിയായിരുന്നു. ഇത്രയും വലിയ ചാക്കുകെട്ടിൽ നിന്നും ഗോതമ്പ് വേറെ, അരി വേറെ, അമരപ്പയർ വേറെ ആക്കാൻ പറ്റിയില്ല. അവൾ തളർന്നു പോവുകയാണ്. ആ പരീക്ഷണം തോറ്റുപോകുമെന്ന ഭയം അവൾക്ക് വരാൻ തുടങ്ങി. മല പോലെ മുന്നിൽ കിടന്ന ധാന്യ കൂമ്പാരത്തിന് മുന്നിലിരുന്ന് സൈക്കയെ പൊട്ടിക്കരഞ്ഞു. സൈക്കയെ പൊട്ടിക്കരയാണ്. മല പോലെ മുന്നിൽ കിടന്ന ധാന്യ കൂമ്പാരത്തിന് മുമ്പിലിരുന്ന് സൈക്കയെ പൊട്ടിക്കരഞ്ഞു. അയ്യോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ? എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല, തോന്നുന്നില്ല. അയ്യോ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കയെ പൊട്ടിക്കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ട ഒരു കൂട്ടം ഉറുമ്പുകൾ കാര്യം അന്വേഷിച്ചു. അങ്ങനെ സൈക്കയുടെ കരച്ചിൽ കേട്ട ഒരു കൂട്ടം ഉറുമ്പുകൾ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് അവളെല്ലാം പറഞ്ഞു. അല്ലേ, ആ ഉറുമ്പുകൾ, അവളുടെ കരച്ചിൽ കേട്ട ഒരു കൂട്ടം ഉറുമ്പുകൾ കാര്യം അന്വേഷിച്ചു. ആ സമയത്താണ് കുറച്ച് ഉറുമ്പുകൾ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടു. ആ ഉറുമ്പുകൾ സൈക്കയോട് ചോദിച്ചു, എന്താ കാര്യം, എന്താ സംഭവം, നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ സൈക്ക കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഈ ചാക്കിലെ അരിമണികൾ വേറെ, നെല്ല് വേറെ, ഗോതമ്പ് വേറെ, ചമരപ്പയർ വേറെ ആക്കണമെന്ന് പറഞ്ഞു. ശരിക്കും പറ്റുമെന്നറിയില്ല. ഇത്രയും ഈ ചാക്കിൽ നിന്ന് എങ്ങനെയാണ് വേർതിരിക്കുക? സന്ധ്യയ്ക്ക് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഉറുമ്പുകൾക്ക് മനസ്സലിവ് തോന്നി. സൈക്കയോട് അലിവ് ദയ തോന്നി. ഉറുമ്പുകളുടെ രാജാവ് പറഞ്ഞു, സഹോദരി കരയേണ്ട, ഞങ്ങൾ നിനക്ക് വേണ്ടി ഈ ജോലി ചെയ്തു തീർക്കാമല്ലേ. ലക്ഷ്യങ്ങൾ വരുന്ന ഈ ഉറുമ്പുകൾ ഇവിടെയുണ്ട്. ആ ഉറുമ്പുകളെ ഇവളോട് പറഞ്ഞു. ആ രാജാവ് പറഞ്ഞു, കരയേണ്ട. അല്ലേ, ഉറുമ്പുകളുടെ രാജാവ് പറയാണ് സൈക്കയോട്, സൈക്കേ നീ കരയേണ്ട, ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഈ ജോലി ഞങ്ങൾ ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞു. ലക്ഷോപലക്ഷം ഉറുമ്പുകൾ അവിടെ എത്തി. അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ധാന്യമണികൾ ഇനം തിരിച്ച് കൂനകളാക്കി മാറ്റി. ആ ഉറുമ്പുകളെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ധാന്യമണികളൊക്കെ എന്താക്കി വേർതിരിച്ച് കൂനകളാക്കി മാറ്റി. സൈക്കയെ ഉറുമ്പുകളോട് നന്ദി പറഞ്ഞു. സൈക്ക നന്ദി പറഞ്ഞു, ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ഇത്രയും ലക്ഷോപലക്ഷം വരുന്ന ഉറുമ്പുകൾ ചേർന്ന് ഈ ധാന്യമണികൾ വേറെ ആക്കിയല്ലോ, ഇതിനെന്ത് പ്രത്യോകാരം ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ സൈക്കയെ ഉറുമ്പുകൾക്ക് നന്ദി പറയുകയാണ്. നല്ല മനോഹരമായ ചിത്രമല്ലേ? സൈക്ക ഇതേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക്. സന്ധ്യയ്ക്ക് അഫ്രോഡിറ്റി വന്നു. അല്ലേ, സന്ധ്യയ്ക്ക് അഫ്രോഡിറ്റി വന്നു. ധാന്യങ്ങൾ അതതിടങ്ങളിൽ ഇനം തിരിച്ച് കൂട്ടിയിരിക്കുന്നു. അല്ലേ, അതതിടങ്ങളിൽ ധാന്യങ്ങൾ ഇതാ ആ പെൺകുട്ടി ഇടം തിരിച്ച് കൂട്ടിയിരിക്കുന്നു. ദേവി വിസ്മയിച്ചു. അഫ്രോഡിറ്റി ദേവി, ഇതെങ്ങനെ സാധിച്ചു? ഇവൾക്ക് എങ്ങനെ ഇത്ര സമയം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയേ? ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് തീർച്ചയായും നീ നിൻ്റെ കൈകൊണ്ട് ചെയ്തതല്ല, എന്തോ വഞ്ചന ഇതിലുണ്ട്. അല്ലേ, നീ നിൻ്റെ കൈകൊണ്ട് ചെയ്ത് തീർത്ത പണിയല്ല, ഇതിലെന്തോ ചതിയുണ്ട്, വഞ്ചനയുണ്ടെന്ന് പറഞ്ഞു ആര്? അഫ്രോഡിറ്റി ദേവി. നിനക്കൊരിക്കലും ഇത്രയും വരുന്ന ചാക്കുകെട്ടിൽ നിന്ന് നെല്ലും ഗോതമ്പൊന്നും വേർതിരിക്കാൻ സാധിക്കില്ല, ഇതിലെന്തോ ചതിയുണ്ടെന്ന് പറയുകയാണ്. ഒരു റൊട്ടി കഷ്ണം അവൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവരവളെ ഇരുട്ടറയിൽ അടച്ചു.
സൈക്കെ ദുഃഖിതയായി അവിടെ കിടന്നു അല്ലേ. ഒരു റൊട്ടി കഷ്ണം അവൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവരവളെ ഇരുട്ടറയിൽ അടച്ചു. നിനക്കൊരിക്കലും ഈ ചാക്കിൽ നിന്നും ഈ ധാന്യമണികൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവളെ ചതിവുണ്ട്, വഞ്ചനയുണ്ടെന്ന് പറഞ്ഞ് സൈക്കയെ നമ്മൾ അഫ്രോഡിറ്റി ദേവി എന്തായി ആ തടവിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടോ ഒരു റൊട്ടി കഷ്ണം മാത്രം അവൾക്ക് എറിഞ്ഞു കൊടുത്തു. അവളെ അവിടെ ആ ഇരുട്ടറയിൽ കൊണ്ടുപോയി ഇടുകയാണ്. സൈക്കെ ദുഃഖിതയായി അവിടെ കിടന്നു. അവൾ ദുഃഖിതയായി കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയാണ്. പിറ്റേ ദിവസം ആഫ്രോഡിറ്റി ദേവി മലമടക്കുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന കരിനദി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ. അഫ്രോഡിറ്റി ദേവി പിറ്റേന്ന് പറഞ്ഞു, ആ മലയിൽ നിന്നും കുത്തി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദി കരിനദി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്. എന്താ പറഞ്ഞത്? ആ നദിയുടെ ഉറവിടം, അതായത് ആ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ആ ഉറവിടത്തിൽ നിന്ന് മഞ്ഞുകട്ട പോലെ തണുത്ത ജലം എടുത്തു പാത്രം നിറയ്ക്കണം അല്ലേ. അടുത്ത ടാസ്ക്കാണ്. ആ മലയിൽ നിന്നും, ആ കാട് കൊടും വനമുള്ള ആ മലയിൽ നിന്നും കുത്തി ഒഴുകുന്ന കരിനദി, ആ നദിയിലെ ഉത്ഭവസ്ഥലം ഉറവയിൽ നിന്നും തണുത്ത മഞ്ഞുകട്ട പോലെയുള്ള വെള്ളം നീ എനിക്ക് കൊണ്ടുതരണമെന്ന് പറഞ്ഞു. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു. സന്ധ്യയ്ക്ക് മുമ്പ് എൻ്റെ പക്കൽ അത് എത്തിക്കണം. ഈ സന്ധ്യയാകുന്നതിന് മുമ്പ് നീ ആ കാട്ടിൽ പോയി വെള്ളമെടുത്ത് എൻ്റെ കയ്യിൽ തരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മരണമായിരിക്കും അല്ലെങ്കിൽ നിൻ്റെ മരണമായിരിക്കും. സന്ധ്യയ്ക്ക് മുമ്പ് നീ ഇവിടെ എത്തിയില്ലെങ്കിൽ നീ മരണപ്പെടും അല്ലേ. കാട്ടിൽ ഒരുപാട് ജീവികളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ നീ തിരികെ എത്തി നീ പരാജയപ്പെട്ട് ഇവിടെ എത്തിയാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ അല്ലേ, നീ സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഓർമ്മിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. രൗദ്രഭാവത്തോടെ ദേവി ചഷകം സൈക്കയുടെ കയ്യിൽ ഏൽപ്പിച്ച് കടന്നുപോയി. അങ്ങനെ അവൾ ആ പാത്രം രൗദ്രഭാവത്തോടെ ദേഷ്യത്തോടു കൂടി ആ പാത്രം ആഫ്രോഡിറ്റി ദേവി ഇവളുടെ കയ്യിൽ കൊടുത്തു, സൈക്കയുടെ കയ്യിലും കൊടുത്ത് അവിടുന്ന് പോവുകയാണ്. സൈക്കെ പളുങ്കുപാത്രവുമായി കരിനദിയുടെ ഉറവിടം തേടിപ്പോയി. അങ്ങനെ സൈക്കെ ആ പളുങ്കുപാത്രവുമായി എവിടേക്ക് പോവുകയാണ്? ആ വെള്ളം എടുക്കാൻ വേണ്ടി ആ കരിനദിയുടെ മുകളിലേക്ക് പോവുകയാണ്. ആ കരിനദി ഉത്ഭവിക്കുന്ന ഉത്ഭവസ്ഥാനത്തേക്ക്, ഉറവയിലേക്ക് പോവുകയാണ്. വലിയ മലകളുടെ ഉച്ചിയിൽ നിന്നാണ് ആ നദിയുടെ തുടക്കം. അപ്പോൾ വലിയ മലയാണ്, ഉച്ചി എന്ന് വെച്ചാൽ മുകളിൽ. അപ്പോൾ വലിയ മലയുടെ മുകളിൽ നിന്നാണ് ആ നദിയുടെ തുടക്കമെന്ന് ആര് മനസ്സിലാക്കാണ്? സൈക്യ മനസ്സിലാക്കാണ്. ഒരുപാട് കാടുകൾ, കുന്നുകൾ, മലകൾ, മരങ്ങൾ എല്ലാം കടന്നു വേണം ആ നദിയുടെ ഉത്ഭവസ്ഥലത്തെത്താൻ വേണ്ടി എന്ന കാര്യം സൈക്യ മനസ്സിലാക്കി. ഒരുപാട് അപകടങ്ങൾ അവിടെ പതിയിരിപ്പുണ്ട്, ഒരുപാട് ജീവികൾ അവിടെയുണ്ട്. പാമ്പും കരടിയും കുറുക്കനും കടുവയും എല്ലാം തന്നെ അവിടെയുണ്ട്. അതൊക്കെ കടന്നു വേണം എവിടെ എത്താൻ? പുഴയിലേക്ക് എത്താൻ എന്ന് പറയുന്നു, പുഴയുടെ ഉറവിടത്തിലേക്ക് എത്താൻ. വലിയ മലകളുടെ ഉച്ചിയിൽ നിന്നാണ് ആ നദിയുടെ തുടക്കം. പെരുമ്പാമ്പ് വരെ അവിടെ ഉണ്ട് കേട്ടോ. ദുർഘടമായ മലയിടുക്കുകളിൽ കൂടി അവൾ കുറേ നേരം മുന്നോട്ട് പോയി. ദുർഘടം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, ദുർഘടം അത് മോശമായ മലയിടുക്കുകളിൽ കൂടി അവൾ കുറേ നേരം മുന്നോട്ട് പോയി. സാഹസികമായി അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു അത്. വഴി ആപൽക്കരം എന്ന് പറഞ്ഞാൽ വഴി ഡേഞ്ചറസ് ആണ് അല്ലേ. വഴി അപകടം നിറഞ്ഞതാണ്, വഴി ആപൽക്കരമാണ്. മുകളിൽ ഹിംസ്രജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ഭീകരമായ മനുഷ്യനെ കൊല്ലുന്ന വരും അക്രമകാരികളായ ജീവികൾ ആ ഒരു കാട്ടിലുണ്ട്, വനത്തിലുണ്ട്. കരിനദിയുടെ ഉറവിടത്തിനടുത്ത് വരുന്നവരെ വിഴുങ്ങുവാൻ മലമ്പാമ്പുകൾ കാത്തു നിൽപ്പുണ്ടല്ലേ. ആ കരിനദിയുടെ ഉറവിടത്തിൻ്റെ ആ വെള്ളത്തിനടിയിൽ മലമ്പാമ്പുകൾ, പെരുമ്പാമ്പുകളുണ്ട്. അവിടെ വരുന്നവരെ ചുരുട്ടിപ്പിടിച്ച് അവരെ വിഴുങ്ങാൻ പാകത്തിന് പെരുമ്പാമ്പുകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭീകര സത്വങ്ങളുടെ അലർച്ച മലയിൽ മുഴങ്ങിക്കേട്ടു. ഭീകര സത്വങ്ങൾ, വലിയ ജീവികളുടെ ശബ്ദങ്ങൾ ആ മലയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ പേടിച്ചരണ്ടു. അവൾ പേടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ ഒരു മലയിലേക്ക് വെള്ളമെടുക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആകാശത്തു പറന്നു നീങ്ങിയ ഒരു വലിയ കഴുകൻ സൈക്കയെ കണ്ടു. ആ സമയത്താണ് ആകാശത്തിലൂടെ ആര് പറന്നു നീങ്ങുന്നത്? ഒരു വലിയ കഴുകൻ ഇങ്ങനെ ആകാശത്തുകൂടെ പറന്നു നീങ്ങുന്നുണ്ട്. ആ കഴുകൻ ആരെ കണ്ടു മക്കളെ? സൈക്കയെ കണ്ടു എന്ന് പറയുന്നു. അവളുടെ ദൈന്യത കണ്ട് ആർദ്രത തോന്നിയ കഴുകൻ അടുത്തു വന്ന് പറഞ്ഞു. അങ്ങനെ സൈക്കയെ കണ്ട കഴുകൻ മെല്ലെ പറന്നു വന്ന് അവളോട് പറയാണ്, അവളോട് കണ്ട് സംസാരിക്കുകയാണ്. എന്താണ്? കുട്ടി, മലയിൽ നീ കയറരുതല്ലേ. കുട്ടി, മലയിൽ നീ കയറരുത് എന്ന് ആര് പറഞ്ഞു? സൈക്കയോട് ആര് പറഞ്ഞു? ആ കഴുകൻ വന്ന് പറഞ്ഞു. കഴുകൻ പറയാണ്, കുട്ടി നീ മലയിൽ കയറരുത്, നിനക്ക് മലയിൽ കയറാൻ അനുവാദമില്ല. കാരണം കയറിയാൽ നീ തിരിച്ചിറങ്ങില്ല, അപകടമാണ്. അവിടെ ഹിംസ്ര ജന്തുക്കളുണ്ട്, അവിടെ പെരുമ്പാമ്പുകളുണ്ട്, കരടിയുണ്ട്, കടവയുണ്ട്, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, പെരുമ്പാമ്പുണ്ട്, മറ്റു പല ഹിംസ്ര ജീവികളുമുണ്ട്. നീ കയറിയാൽ മരിച്ചു പോകുമെന്ന് കഴുകൻ ആർക്ക് താക്കീത് നൽകി? ഈ പെൺകുട്ടിയോട് ദയ തോന്നി താക്കീത് നൽകി സൈക്കയ്ക്ക്. അപ്പോൾ സൈക്കയെ തൻ്റെ കഥകൾ കണ്ണീരോടെ പറഞ്ഞു കഴുകനോട്. കണ്ണീരോടെ
തൻ്റെ കഥകളെല്ലാം സൈക്കെ കഴുകനോട് പറഞ്ഞു അല്ലേ. സൈക്കെ കഴുകനോട് തൻ്റെ കഥകളെല്ലാം പറയുകയാണ്. കഴുകൻ്റെ മനസ്സലിഞ്ഞു. നീ ഇവിടെ തന്നെ നിൽക്കൂ. കഴുകൻ തുടരുന്നു അല്ലേ. കഴുകൻ്റെ മനസ്സലിയുകയാണ്. നീ എന്താണ് കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ഓക്കെ ആണോ എന്ന് കഴുകൻ ചോദിച്ചു. നീ ഇവിടെ തന്നെ നിൽക്കൂ. കഴുകൻ തുടർന്നു. നിനക്കൊരാപത്ത് സംഭവിക്കില്ല, നീ ഇവിടെ തന്നെ നിൽക്കൂ എന്ന് കഴുകൻ പറയുകയാണ്. നിൻ്റെ കയ്യിലെ പളുങ്കുപാത്രം തന്നാൽ കുളിർജലം ഞാൻ ശേഖരിച്ചു തരാം അല്ലേ. നിൻ്റെ കയ്യിലെ ആ പളുങ്കുപാത്രം എനിക്ക് തരിക, ഞാൻ ആ കുളിർജലം നിനക്ക് ശേഖരിച്ചു തരാമെന്ന് കഴുകൻ പറഞ്ഞു. നീ സങ്കടപ്പെടാതെ ഇരിക്കേ, നീ ഓക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞു. നിൻ്റെ കയ്യിലെ പളുങ്കുപാത്രം തന്നാൽ കുളിർജലം ഞാൻ ശേഖരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈക്കയുടെ കയ്യിലെ ആ പളുങ്കുപാത്രം എടുത്തുകൊണ്ട് ആര് പറന്നു പോവുകയാണ്? നമ്മുടെ പ്രിയപ്പെട്ട കഴുകൻ. ആ മലയുടെ മുകളിലേക്ക്, ആ നദി ഉത്ഭവിക്കുന്ന, ആ കരിനദി ഉത്ഭവിക്കുന്ന ആ മഞ്ഞുകട്ട പോലെ തണുത്ത ആ വെള്ളമെടുക്കാൻ വേണ്ടി കഴുകൻ പറന്നു പോവുകയാണ്. മനസ്സലിഞ്ഞു. നീ ഇവിടെ തന്നെ നിൽക്കൂ. കഴുകൻ തുടർന്നു. നിൻ്റെ കയ്യിലെ പളുങ്കുപാത്രം തന്നാൽ കുളിർജലം ഞാൻ ശേഖരിച്ചു തരാമെന്ന് പറഞ്ഞു. നീണ്ട കൊക്കിൽ പളുങ്കുപാത്രവും എടുത്ത് കഴുകൻ പറന്നുപോയി. അങ്ങനെ ആ വലിയ കൊക്കിൽ ആ സൈക്കയുടെ കയ്യിൽ നിന്നും പളുങ്കുപാത്രം എടുത്തുകൊണ്ട് കഴുകൻ ഇങ്ങനെ പറന്നു പോവുകയാണ്. നിമിഷങ്ങൾക്കകം തണുത്ത ജലം നിറച്ച പാത്രവുമായി തിരിച്ചെത്തി. അങ്ങനെ നിമിഷങ്ങൾക്കകം തണുത്ത ജലം നിറച്ച പാത്രവുമായി ആര് തിരിച്ചെത്തി? നമ്മുടെ കഴുകൻ തിരിച്ചെത്തി. സൈക്കെ കഴുകനോട് നന്ദി പറഞ്ഞു. സൈക്കെ കഴുകനോട് നന്ദി പറഞ്ഞു. അല്ലേ, താങ്ക് യു, ഒരുപാട് ഉപകാരമുണ്ട്. എനിക്കൊരിക്കലും സാധിക്കുമെന്ന് കരുതിയിരുന്നതല്ല, പക്ഷേ നീ കാരണം എനിക്കത് സാധിച്ചു, ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. സൈക്കെ കഴുകനോട് നന്ദി പറഞ്ഞു. വെള്ളം തുളുമ്പിപ്പോകാതെ അവൾ സാവധാനം താഴ്വരയിൽ ഇറങ്ങി. അങ്ങനെ ആ കരിനദി ഉത്ഭവിച്ച ആ മഞ്ഞുകട്ട പോലെ തണുത്ത വെള്ളമെടുത്ത് വെള്ളം താഴെ വീണും അറിയാതെ അവൾ ആ മല ഇറങ്ങി വന്നു. താൻ ആജ്ഞാപിച്ച കാര്യം നിർവഹിച്ച് മുൻപിലെത്തിയ സൈക്കയോട് അപ്പോഴും കോപമാണ് ദേവിക്കുണ്ടായത് അല്ലേ. ദേവി കോപായി. ഇവൾക്ക് എങ്ങനെ സാധിച്ചു? ഇതൊക്കെ ഇവൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല. എങ്ങനെയാണ് ഒരാൾക്ക് ആ മലയിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റുക? ഇവൾ മരിച്ചു പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് അഫ്രോഡിറ്റി ദേവി വീണ്ടും ഇവളോട് ശകാരിക്കുകയാണ്, കോപിക്കുകയാണ്. അവളെ അഫ്രോഡിറ്റി കഠിനമായി ശകാരിച്ചു, ശപിക്കുകയും ചെയ്തു. കടുത്ത വേദനയോടെ സൈക്കെ നിലത്തു വീണു. അങ്ങനെ നിനക്കൊരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ് അവളെ ചീത്ത പറയുകയും പ്രാകുകയും ശപിക്കുകയും ഒക്കെ ചെയ്തു ആര്? നമ്മുടെ അഫ്രോഡിറ്റി ദേവി. അങ്ങനെ നമ്മുടെ സൈക്കെ നിലത്തു വീണു. സംഭവങ്ങളെല്ലാം ഈറോസ് ദേവൻ അറിയുന്നുണ്ടായിരുന്നു അല്ലെ. സൈക്കെ ഏറ്റുവാങ്ങിയ ഈ അവഗണനയും ഈ വേദനയും എല്ലാം ആര് അറിയുന്നുണ്ടായിരുന്നു? ആര് കാണുന്നുണ്ടായിരുന്നു? ഈറോസ് ദേവൻ കാണുന്നുണ്ടായിരുന്നു. അഫ്രോഡിറ്റി കടന്നുപോയപ്പോൾ അദ്ദേഹം അവളുടെ സമീപം വന്നു. തൻ്റെ അമ്മ കടന്നുപോയപ്പോൾ ഈറോസ് ദേവൻ ആരുടെ അടുത്തേക്ക് വന്നു? നമ്മുടെ സൈക്കയുടെ അടുത്തേക്ക് വന്നു. അവൾ അമ്മയുടെ ശകാരവും ശാപവും ഏറ്റ് ബോധമറ്റ് തറയിൽ കിടക്കുകയാണ്. അവൾ സൈക്കെ അമ്മയുടെ ശകാരം, അമ്മയുടെ ചീത്തവാക്കുകൾ കേട്ട് ബോധം രഹിതയായി അവിടെ കിടക്കുകയാണ്. എവിടെ കിടക്കുന്നു? നമ്മുടെ അഫ്രോഡിറ്റി ദേവിയുടെ താഴെ കിടക്കുകയാണ്. ആ നിലത്ത് വീണ തൻ്റെ ഭാര്യയെ ഈറോസ് ദേവൻ പിടിച്ചെണീക്കുകയാണ്. ഈറോസിൻ്റെ മനസ്സ് വേദനിച്ചു. തൻ്റെ ഭാര്യയാണ് ആരെ? നമ്മുടെ സൈക്കെ. ഇപ്പം തൻ്റെ തോള് പൊള്ളിപ്പോയ വേദനയിൽ കടക്കുമ്പോൾ തൻ്റെ അമ്മ നൽകിയ പരീക്ഷണങ്ങൾ മുഴുവൻ അവൾ വിജയിച്ചിട്ടും അമ്മ ശകാരിച്ചതിൻ്റെ വേദന, തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ തന്നെ തിരക്കി ഇവിടെ വരെ വന്നു, ഇത്രയും സാഹസങ്ങൾ ചെയ്ത പെൺകുട്ടിയോടുള്ള സ്നേഹം, ഇതെല്ലാം കാരണം അദ്ദേഹം അവളെ എടുത്തുയർത്തി തന്നോട് മാറോട് ചേർത്തു. ചഷകത്തിലെ കുളിർജലം, പാത്രത്തിലെ കുളിർജലം തളിച്ച് ഈറോസ് സൈക്കെ ഉണർത്തി. അങ്ങനെ ഈറോസ് സൈക്കെ ഉണർത്തി ആ വെള്ളമെടുത്ത് അവളുടെ മുഖത്താക്കി ഉണർത്തി. നിനക്ക് എന്തു പറ്റി ഓമന, നീ ഓക്കെയാണോ എന്ന് ചോദിച്ചു. ഈറോസിൻ്റെ ദർശനത്തിൽ സൈക്കെ കോരിത്തെരിച്ചു. ദർശനം വെച്ചാൽ ഈ കാഴ്ച. ഈറോസ് ദേവനെ കണ്ടപ്പോൾ സൈക്കെ കോരിത്തെരിച്ചു. സൈക്കയ്ക്ക് സന്തോഷമുണ്ടായി. അവൾ തൻ്റെ വേദനകളെല്ലാം മറന്നു. അവളുടെ കൈപിടിച്ച് ഈറോസ് ദേവൻ നടന്നു അല്ലേ. സൈക്കയെ കണ്ടപ്പോൾ, സൈക്കയ്ക്ക് തന്നെ ഈറോസ് ദേവനെ കണ്ടപ്പോൾ അവളുടെ വേദന എല്ലാം മാറി. സൈക്കെ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ അവളുടെ കൈപിടിച്ച് ഈറോസ് ദേവൻ നടന്നു. സൈക്കയുടെ കൈപിടിച്ചുകൊണ്ട് ഈറോസ് ദേവൻ മെല്ലെ നടന്നുപോയി എന്നാണ് പറയുന്നത്. പുനരാഖ്യാനം ചെയ്തതാണ് ഫാദേഴ്സ് സെഡ് എം മുഴുവൻ എഴുതിയ ഗ്രീക്ക് പുരാണ കഥാസാഗരമാണ് ഏതു മക്കളെ നമ്മൾക്ക് പഠിക്കാനുള്ള നമ്മുടെ എരിതിയിലുയിരോടെ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ, എരിതിയിലുയിരോടെ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഈ പാഠഭാഗത്തിൻ്റെ ആശയത്തിനപ്പുറത്തേക്ക് ഏതാണ് മക്കളെ? ഈ പാഠഭാഗം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ്? സാഹചര്യങ്ങളെ നാം തോൽപ്പിച്ച് കടന്നു പോകണം. പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ അതിനെല്ലാം തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് ശക്തമായി തന്നെ കടന്നു പോകണമെന്ന വലിയ ആശയം ഈ പാഠഭാഗം നമ്മോട് പറയുന്നതായിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളല്ല.
അതിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തോടുകൂടി ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് പോകണമെന്ന വലിയ ആശയം ഈ പാഠഭാഗം നമുക്ക് സമ്മാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. അടുത്ത് നമുക്ക് ഈ പാഠത്തിലെ പ്രധാന ചോദ്യോത്തരങ്ങളെ പെട്ടെന്ന് വായിച്ചു പോകാം. ഓക്കെ, ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും വരാൻ സാധ്യത? എരിതീയിൽ ഉയിരോടെ എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? 2-3 വാക്യം കൊണ്ട് ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്തൂ അല്ലേ. നമ്മുടെ ഈ കഥയിലെ കഥാപാത്രങ്ങളുണ്ടല്ലേ, ഈ കഥാപാത്രങ്ങളെ 2-3 വാക്യം കൊണ്ട് പരിചയപ്പെടുത്താം. ചിലപ്പോൾ കഥാപാത്ര നിരൂപണം ചോദ്യം വരാം. ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് ചോദ്യം വരാം. ഈ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താനാണ് ചോദ്യം. നോക്കാം. സൈക്കെ ഒരു കഥാപാത്രമാണല്ലേ. അവളുടെ ഭർത്താവായ ഈറോസ് ദേവൻ മറ്റൊരു കഥാപാത്രം. ഡിമിറ്റർ എന്ന വസന്ത ദേവത. ഈറോസിൻ്റെ അമ്മയായ അഫ്രോഡിറ്റി. ഇവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അല്ലേ. അപ്പോൾ ഇതിലെ കഥാപാത്രമാരൊക്കെ? സൈക്കെ ഉണ്ട്, അവരുടെ ഭർത്താവായ ഈറോസ് ദേവനുണ്ട്, ഡിമിറ്റർ എന്ന വസന്ത ദേവതയുണ്ട്, ഈറോസിൻ്റെ അമ്മയായ അഫ്രോഡിറ്റി ദേവിയുമുണ്ട്. ഈ 4 കഥാപാത്രങ്ങളാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായി കടന്നു വരുന്നത്. തൻ്റെ ഭർത്താവിനെ കണ്ടെത്താൻ ഒറ്റയ്ക്ക് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുന്നവളാണ് സൈക്കെ അല്ലേ. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് തൻ്റെ ഭർത്താവിനെ കണ്ടെത്താൻ ഒരുങ്ങുന്നവളായി സൈക്കെ മാറുന്നു. ഈറോസ് ദേവൻ അമ്മയുടെ അടുത്ത് വിളക്കിൽ നിന്ന് മുറിവേറ്റ് കിടക്കുകയാണ്. ഈറോസ് ദേവനോ അമ്മയുടെ അടുത്ത് ചെന്ന് വിളക്കിൽ നിന്ന് മുറിവേറ്റ് കിടക്കുന്ന ഒരു കഥാപാത്രമായി മാറുന്നു. ഡിമിറ്റർ ഒരു വസന്ത ദേവതയാണ്. ഡിമിറ്ററോ ഒരു വസന്ത ദേവതയായി മാറുന്നു. ഈറോസ് ദേവൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഡിമിറ്ററാണ്. ഈറോസ് ദേവൻ എവിടെയാണെന്ന ചോദ്യത്തിന് ആരാണ്? ഡിമിറ്ററാണ് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് സൈക്കയ്ക്ക് അല്ലേ. എവിടെയുണ്ട്? എണ്ണ തോളിൽ വീണ് പൊള്ളി അവൻ്റെ അമ്മയായ അഫ്രോഡിറ്റി ദേവതയുടെ അടുത്താണ് എടുക്കുന്നതെന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഡിമിറ്ററാണ്. ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? സൈക്കയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈറോസിൻ്റെ അമ്മ അഫ്രോഡിറ്റി ദുഷ്ടകഥാപാത്രമാണ്. ഇവിടെ നെഗറ്റീവ് ഷെയ്ഡുള്ള ദുഷ്ടകഥാപാത്രമായി ആര് വരുന്നു? സ്വാർത്ഥതയുള്ള വാശിയുള്ള കഥാപാത്രമായി, ക്രൂര കഥാപാത്രമായി ഈറോസിൻ്റെ അമ്മ അഫ്രോഡിറ്റി ദേവി ഇവിടെ കടന്നു വരുന്നു. അടുത്ത ചോദ്യം. ഇത് തീർച്ചയായും നീ നിൻ്റെ കൈകൊണ്ട് ചെയ്തതല്ല, എന്തോ വഞ്ചന ഇതിലുണ്ട്. ഇതു നീ തനിച്ച് സമ്പാദിച്ചതല്ല, ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടാകും. വളരെ കഷ്ടപ്പെട്ട് കൽപ്പനകൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന സൈക്കയോട് അഫ്രോഡിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. അഫ്രോഡിറ്റിയുടെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അല്ല, അഫ്രോഡിറ്റി ഇവിടെ സൈക്കയെ എല്ലാ പ്രതിബന്ധങ്ങളും തോൽപ്പിച്ചു അല്ല മക്കളെ. ആ ധാന്യമണികൾ വേർതിരിച്ചു ആ ഉറുമ്പുകളുടെ സഹായത്താൽ. പിന്നെയോ ആ മലയിലേക്ക്, മരണം കാത്തിരിക്കുന്ന മലയിലേക്ക് തൻ്റെ ഭർത്താവിന് വേണ്ടി ആ കരിനദിയുടെ ഉറവയിലെ മഞ്ഞുകട്ട പോലെ തണുത്ത വെള്ളം എടുക്കാൻ പോയി. പക്ഷേ കഴുകൻ അവളെ സഹായിച്ചു. അപ്പോൾ തൻ്റെ ഭർത്താവിന് വേണ്ടി എല്ലാ സാഹസങ്ങളും ചെയ്തിട്ടും അഫ്രോഡിറ്റി അവളെ അംഗീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഇല്ല എന്ന ഉത്തരം അതെ. ഒരാൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അയാൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അയാളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നുറപ്പുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നതും സാഹചര്യത്തെയും വേദനിപ്പിക്കുന്ന മനസ്സിനെയും മുതലെടുക്കുന്നത് നല്ലതല്ല അല്ലേ. അതായത് ഒറ്റപ്പെട്ട് കഴിയുന്ന തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ട് ഇത്തരത്തിൽ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത് മോശമായ കാര്യമാണ്. നാം യാചിക്കുന്നവരെ സഹായിക്കുകയാണ് വേണ്ടത്. തൻ്റെ ഭർത്താവിനായി കാത്തിരിക്കുന്ന സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ നൽകി, തൻ്റെ മകനെ നൽകി അവളെ സന്തോഷത്തിലേക്ക് വിടുകയാണ് അമ്മ ചെയ്യേണ്ടത്. പക്ഷേ ക്രൂരമായ കഥാപാത്രമായി അമ്മ മാറുന്നു. അടുത്തൊരു ചോദ്യം. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി. ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ്? 1.1 കോടി മാവേലിമാർ ഭൂമിക്കു വേണ്ടി എരുതിയിൽ ഉയിരോടെ എന്നീ പാഠങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ഈ പഴഞ്ചൊല്ലിനുള്ള ബന്ധം എന്താണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി എഴുതൂ. ഇപ്പം നമ്മൾ 1.1 കോടി മാവേലിമാർ എന്ന ചാപ്റ്ററും എരുതിയിൽ ഉയിരോടെ എന്ന് പറയുന്ന ചാപ്റ്ററും ഭൂമിക്കു വേണ്ടി എന്ന ചാപ്റ്ററും പരിഗണിച്ചുകൊണ്ട് ഈ പഴഞ്ചൊല്ലിലുള്ള തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി എന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് ചോദ്യം. നോക്കാം നമുക്ക്. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി, അതൊരു ചൊല്ലാണ്. ഇതൊരു അർത്ഥവത്തായതും ഊർജം നിറഞ്ഞതുമായ പഴഞ്ചൊല്ലാണ്. നാം ചില സന്ദർഭങ്ങളിൽ പകച്ചു പോകുകയും തളർന്നു പോകുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ നാം സ്വയം ധൈര്യം കണ്ടെത്തുകയും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം കണ്ടെത്തുകയും വേണം. അല്ല, ജീവിതത്തിൽ നാം സ്വയം ധൈര്യം കണ്ടെത്തണം, മുന്നോട്ടേക്ക് കുതിച്ചു പായണം, അതിനുള്ള ഊർജ്ജം നമുക്ക് വേണം. ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ മുകളിൽ വേറെ പ്രശ്നം വന്നാൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത് നമ്മുടെ മാത്രം കാര്യമാണ് അല്ലേ. ഇപ്പം എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ നെവർ മൈൻഡ് ആയിട്ട് എടുത്ത് അതിനൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ടെന്നാണ് പറയണേ. തോറ്റുപോകാതെ
പ്രശ്നങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചൊല്ലാണിത്. ഇപ്പം എന്തു പ്രശ്നം വന്നാലും അതിനൊന്നും അടിപതറാതെ മുന്നോട്ടേക്ക് ശക്തമായി നമ്മൾ നടന്നു നീങ്ങണമെന്ന് പറയുകയാണ് ഈ ചൊല്ലിലൂടെ ചെയ്യുന്നത്. ഈ സാഹചര്യങ്ങൾക്കും ഇത്തരം ചൊല്ലുകൾ അർത്ഥവത്താണ്. അതുകൊണ്ട് തന്നെ എന്തു പ്രശ്നം വന്നാലും അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റായി പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും എല്ലാ മാർക്കും കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാം വിന്നർ. ബൈ.